എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിപ്പോൾ ബുധനാഴ്ചയാണ്. അപ്പോൾ ഇന്ന് വീഡിയോ ഇടണ്ടേ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ ഞാൻ രാവിലെ 6 മണിക്കെത്തത് അപ്ലോഡ് ചെയ്തിട്ടെങ്കിലും അത് ഞാൻ പബ്ലിക് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇന്നിപ്പോൾ വീഡിയോ ഇടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ രാവിലെ തന്നെ ഒരുവിധം ജോലികളെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ ഒത്തിരി ടൈം കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയില്ലേ, എല്ലാ സമയങ്ങളും നമ്മൾ വേസ്റ്റായിട്ട് ഒരു സമയം പോലും പാഴാക്കാതെ പ്രൊഡക്റ്റീവായിട്ടിരിക്കുക എന്ന് ഞാൻ എപ്പോഴും പറയൂലേ. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ച് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട, എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ച് വീഡിയോ എഡിറ്റ് ചെയ്തത് ഇപ്പോഴാണ് കേട്ടോ. വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ വളരെ ചെറിയൊരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ ഷോർട്ട് വീഡിയോ കാലത്ത് തന്നെ അത് കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മണിയൊക്കെ കഴിഞ്ഞ് 7 മണി 7:30 എന്തോ ആണെന്ന് തോന്നുന്നുണ്ട് ഞാനത് പബ്ലിക് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഈ ഒരു കുഞ്ഞു വീഡിയോ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. എങ്കിലും ഞങ്ങൾ ക്രിസ്ത്യാനികളെല്ലാവരും പള്ളിയിൽ പോകുന്ന ദിവസമാണ്. പക്ഷേ മറ്റുള്ള കുറേ ആളുകളുണ്ടല്ലോ, അപ്പോൾ അവർക്ക് എൻ്റെ സ്ഥിരം സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സൊക്കെ ഇല്ല, അവർക്കൊക്കെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് രാവിലത്തെ കാര്യങ്ങൾ ഇഡ്ഡലി ചട്നിയാണ്. തലേദിവസം തന്നെ ഞാൻ അരച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ രാവിലെ വലിയ ബുദ്ധിമുട്ടില്ലാതെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാം. ചട്നി മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ല. അപ്പോൾ 1 കപ്പ് പച്ചരിക്ക് 1/2 കപ്പ് ഉഴുന്നും കുറച്ച് ഉലുവയും കൂടി ചേർത്തിട്ടാണ് ഞാൻ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അതിനകത്തേക്ക് 1 പിടി ചോറ് കൂടി ചേർത്തിട്ട് അരച്ച് അത്രയേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ രാത്രി. അപ്പോൾ നമ്മൾ ഈ ഇഡ്ഡലിത്തട്ട് എപ്പോഴും നല്ല ചൂടായി ഇഡ്ഡലിത്തട്ടിലേക്ക്, ഇപ്പോൾ അപ്പമാണെങ്കിലും ഇഡ്ഡലി ആണെന്നുണ്ടെങ്കിലും തട്ട് ചൂടായിട്ട് ഇരിക്കുന്ന സമയത്ത് അതിനകത്തേക്ക് മാവ് ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വിട്ടു പോരും, ഒട്ടും തന്നെ ഒട്ട് പിടിക്കൂല. അത് ഇപ്പം ഞാൻ 2 തട്ടും കൂടി വെച്ച് ചൂടാക്കി എടുത്തിട്ടായിരുന്നു അതിനകത്തേക്ക് ഗ്രീസ് ചെയ്തതും ഓയിൽ പുരട്ടിയതും അതുപോലെ ആവി വന്ന് നല്ല ചൂടായിരിക്കുന്ന തട്ടിലേക്കാണ് ഇത് ഒഴിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് വേണം നന്നായിട്ട് തന്നെ ഇളകിപ്പോരും. ചില സമയത്തൊക്കെ എനിക്ക് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പോരും. ചിലപ്പോൾ നമുക്ക് അതിനൊന്നും നേരം കിട്ടില്ല, നമ്മൾ പെട്ടെന്ന് തന്നെ ഒഴിക്കും. എങ്കിലും സമയം കിട്ടിയാൽ ഇതുപോലെ തട്ടുകൾ ചൂടാക്കി എടുത്തിട്ട് ഓയിൽ തടവി മാവൊഴിച്ച് എന്ത് സാധനങ്ങളും അങ്ങനെ ഉണ്ടാക്കിയാൽ മതി. സമയമൊക്കെ ഉണ്ടെങ്കിൽ ഞാനും അങ്ങനെ തന്നെ ഉണ്ടാകും. സമയമില്ലെങ്കിലൊക്കെ ചിലപ്പോൾ തണുത്ത തട്ടിൽ തന്നെ മാവൊക്കെ ഒഴിച്ച് സെറ്റാക്കിയിട്ട് നേരെ എടുത്ത് വെച്ച് ആക്കാറൊക്കെ ഉണ്ട്. നമ്മളുടെ തിരക്കനുസരിച്ചിട്ടല്ലേ. ഇപ്പം ഇന്ന് വലിയ കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വേഗമായി. പിന്നെ എനിക്ക് ഇഡലി ദോശ ഒക്കെ കഴിക്കുമ്പോൾ അതിനെ കൂടി ഏത്തപ്പഴം പുഴുങ്ങിയത് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇഡലിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വിശക്കും, പെട്ടെന്ന് അങ്ങോട്ട് ദഹിച്ചു പോകുന്നൊരു പലഹാരമാണ്. അപ്പോൾ ഞാൻ വിചാരിക്കും ഒരു പഴവും കൂടി ഒന്നിച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് പിടിച്ച് നിൽക്കുക. എനിക്കല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വിശക്കോട്ടെ. കുറേ അധികം പേര് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു ദിവസം കമൻറ്റ് ഇങ്ങനെ എഴുതാൻ പറഞ്ഞ്, അപ്പോൾ അവർക്കും അങ്ങനെ തന്നെയാണ്. ഇഡ്ഡലി കഴിക്കുന്ന ദിവസങ്ങളിൽ പെട്ടെന്ന് വിശക്കുമെന്നാണ് എല്ലാവരും എഴുതിയിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും പഴമുണ്ട്, ഇല്ലെന്നുണ്ടെങ്കിൽ ഇല്ല. ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ച് പഴം ഒന്ന് പുഴുങ്ങിയെടുത്ത് വെക്കാം. ഏതായാലും ഇഡ്ഡലി തട്ടിൽ ഈ സ്റ്റീമർ ഏതായാലും ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ, വെള്ളം തിളച്ചുകൊണ്ടിരിക്കണല്ലേ. അപ്പോൾ അതിനകത്തേക്ക് തന്നെ ആ ഒരു സ്റ്റീമർ തട്ട് വെച്ചിട്ട് ഏത്തപ്പഴം കൂടി പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതിനകത്തേക്ക് ഒരിത്തിരി കടുകും വറുത്തിട്ട്, സമയമില്ലെന്നുണ്ടെങ്കിൽ ഞാൻ പച്ചക്ക് തന്നെ കഴിക്കാറുണ്ട്. അതും ഇവിടെ ഇഷ്ടമാണ്, കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ സമയമുള്ളതുകൊണ്ട് അതിനകത്തേക്ക് കടുകൊക്കെ പൊട്ടിച്ച് വറ്റൽമുളകും വേപ്പിലേക്ക് ഒന്ന് വറുത്തിട്ട്, ചെറിയ ഉള്ളിയൊക്കെ നമ്മൾ അരച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി പച്ചമുളക് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. പുളി ചേർക്കാറില്ല. ഇഡ്ഡലിക്ക് അത്യാവശ്യം പുളി ഉള്ളതുകൊണ്ട് നമ്മൾ ചട്നിയിൽ പുളി ചേർക്കാറില്ല. അപ്പോൾ അതേ ഇഡ്ഡലിയുടെ പരിപാടികൾ കഴിഞ്ഞ് 2 ബാച്ച് ഇഡ്ഡലി, അതായത് 4 തട്ട് എടുത്ത് അത്രയും മാവ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം റയനൊന്നും കഴിക്കില്ല. അപ്പോൾ കൂടുതൽ എന്നിട്ട് തന്നെ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഞാൻ ഇഡ്ഡലി തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്കിഷ്ടമാണ് കഴിക്കുന്നത്. അപ്പോൾ ഞാനങ്ങനെ ഉച്ചക്കും കാലത്തൊക്കെ ഇഡ്ഡലി. അപ്പോൾ പപ്പൊക്കെ ഇവിടെ എടുത്ത് വെച്ച് ഏത്തപ്പഴമൊക്കെ എടുത്ത് വെച്ച് പപ്പയുള്ള ആദ്യം കഴിക്കണത്. പിന്നെ റോജർ വരുമ്പോൾ എടുത്ത് കൊടുക്കാമെന്ന് വെച്ച്. ചില സമയത്ത് റോജർ നേരത്തെ വരും കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നതിന് മുൻപ് തന്നെ, വീഡിയോ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത് വെക്കും. റോജർ എപ്പോൾ വന്നാലും കൊടുക്കാമല്ല. അല്ലെന്നുണ്ടെങ്കിൽ സാധാരണ ഞാൻ വീഡിയോ അപ്ലോഡാക്കിയതിന് ശേഷം മാത്രമാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പപ്പ കഴിച്ചുകൊണ്ടിരിക്കൽ തന്നെ പപ്പയുടെ ഫ്രണ്ട് വന്ന് വിളിച്ചിട്ട്, മിക്കവാറും വരുന്ന ആൾ ഞാൻ എപ്പോഴും പറയാറില്ലേ. അപ്പോൾ കാലത്തും വരും, വൈകുന്നേരം വരും, ചിലപ്പോൾ ഉച്ചക്കൊക്കെ വരും. അപ്പോൾ അങ്ങനെ എല്ലാ ദിവസവും വരുന്നതാണ്, ഒരു ദിവസം മുടങ്ങാതെ വരുന്ന ആളാണ്. അപ്പോൾ പുള്ളി വന്ന് വിളിച്ചപ്പോഴത്തേക്കും പപ്പ വേഗം അങ്ങോട്ട് പോയി. പുള്ളി വന്ന് കഴിഞ്ഞ് കഴിക്കാമെന്ന് പറഞ്ഞ് പപ്പ അവിടെ ഇരിക്കണമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, പപ്പ എന്തിനാണ് വന്നാൽ വരട്ടെ, പപ്പ കഴിക്കുക എന്ന് പറഞ്ഞ് പപ്പനങ്ങോട്ട് ഇരുത്തി. പപ്പ ഒരെണ്ണം എടുത്ത് കഴിച്ചപ്പോൾ തന്നെ ആൾ വന്നു. അന്നേ അത്രയും നേരം പപ്പ കാത്തു നിന്ന്, ആ നേരത്ത് കഴിച്ചാൽ മതിയായിരുന്നു, അത് ചെയ്യൂല. അപ്പോൾ അങ്ങനെ പപ്പ അവിടെ പോയി നിന്ന് കുറേ നേരം സംസാരിച്ച് കഴിഞ്ഞിട്ടൊക്കെയാണ് വന്നത്. അപ്പോഴേക്കും എൻ്റെ ജോലികളിലേക്കൊക്കെ ഞാനങ്ങോട്ട് വേഗം
കടന്ന് തുണി വിരിക്കാനും പിന്നെ കുറച്ച് ക്ലീനിങ് വർക്കൊക്കെ ഉണ്ട്. അതൊക്കെ അടുത്ത ദിവസം ചെയ്യാമെന്ന് വിചാരിച്ച്. ഈസ്റ്ററിന് മുൻപ് കുറച്ച് ക്ലീനിങ് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ലീനിങ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും തീരാത്തൊരു കാര്യമുള്ള, ഒരു വശം ക്ലീൻ ചെയ്ത് വരുമ്പോൾ അടുത്ത വശമൊക്കെ പൊടി പിടിച്ചിട്ടുണ്ടാവും. പിന്നെ അത് അങ്ങനെ ക്ലീൻ ചെയ്ത് വരിക. ക്ലീൻ ചെയ്യൽ ഒരിക്കലും നമ്മുടെ തുണി അലക്കുന്ന പോലെ തന്നെ, തുണി അലക്കാതെ നിവർത്തിയില്ലല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ക്ലീനിങ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ കുമ്മട്ടിക്ക് അവിടെ കഴുകി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുമ്മട്ടിക്ക് എപ്പോഴും കട്ട് ചെയ്യണതിന് മുൻപ് സോപ്പിട്ട് തേച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ നമുക്കത് കയ്യിൽ പിടിച്ച് കഴിക്കാം, ഒരു കുഴപ്പമില്ല. ഇവിടെ ഇങ്ങനെ തൊണ്ട് മാറ്റിയിട്ട് അതിൻ്റെ ആ ഫ്ലഷ് മാത്രമായിട്ട് കൊടുക്കുന്നത് ഇവിടെ ആർക്കും ഇഷ്ടമല്ല. എല്ലാവർക്കും ആ തൊണ്ടോടുകൂടി അതിൽ നിന്ന് കാരി കഴിക്കണതാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ ചെയ്യാറില്ല. എപ്പോഴും ഈ തൊണ്ടോടുകൂടി കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ റയൻ കട്ട് ചെയ്തതാണ് കേട്ടോ. റയൻ പിന്നെ ഇറച്ചി വെട്ടുകാരൻ്റെ പോലെ ഒറ്റ വെട്ടിനൊക്കെ മുറിച്ച് അത് റോജന് കൊണ്ടുപോയി കൊടുത്തിട്ടാ. റോജന് ഇടയ്ക്ക് ജ്യൂസാ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കൊണ്ടുപോയി കൊടുക്കും. ഇപ്പോൾ പുള്ളിയുടെ റുട്ടീൻ ആ ഒരു ഡയറ്റിങ് എൻ്റെ ആ ഒരു രീതിയിൽ ഇവിടെ അത്യാവശ്യം പറ്റുന്ന രീതിയിൽ കൊടുക്കുന്നുണ്ട്. അവിടെ പുള്ളിക്ക് പ്രശ്നമില്ല, എല്ലാം അവിടെ റെഡിയാണ്. ഓഫീസിൽ പൈസ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രം മതി, എല്ലാം കറക്റ്റായിട്ട് കിട്ടും. അതും അധികം പൈസ ഒന്നുമില്ല, പകുതി പൈസയുള്ളെന്ന് പറഞ്ഞ്, പുറത്തേനായാലും പകുതി പൈസയുള്ളൂ. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് വെളുത്തുള്ളി പിന്നെ എന്താണ് സവാളയും വേപ്പിലയും കൂടി ഒന്ന് വഴറ്റി ഇത്തിരി അച്ചിങ്ങ ഒന്ന് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനാണ്. അച്ചിങ്ങ മെഴുക്ക് പുരട്ടി മാത്രമേ ഒന്ന് വെച്ചാൽ മതി. കാരണം മീൻ കറി കഴിഞ്ഞ ദിവസം നമ്മൾ ബിരിയാണിയുടെ ഒപ്പമല്ലേ ഉണ്ടാക്കിയത്, അതുകൊണ്ട് തന്നെ വേറെ ആരും കഴിച്ചിട്ടുണ്ടാകുന്നില്ല. അപ്പോൾ അപ്പം മാത്രമേ 2 മീൻ അതിനകത്ത് നിന്ന് എടുത്തിട്ടുണ്ടാകുന്നുള്ളൂ, ബാക്കി മീൻ കറി അങ്ങനെ തന്നെയുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് ഈ ഒരു അച്ചിങ്ങ മെഴുക്ക് പുരട്ടിയും മീൻ കറിയും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ രാത്രിയല്ലേ, രാത്രി എന്തെങ്കിലും ചെയ്യാം, ഇത്തിരി മുട്ട പൊരിക്കുക എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെ ഇന്നത്തെ ഉച്ചക്കത്തെ പാചകം ഇതോടുകൂടി തീർന്ന് വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ പിന്നെ എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ല, എനിക്കങ്ങനെയാണ്. ഇന്ന് വലിയ പാചകം ഇല്ലല്ല എന്ന് വിചാരിച്ച് ഞാനൊരു കാരമൽ കസ്റ്റർഡ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് എന്ന് വിചാരിച്ച് അതങ്ങോട്ട് ചെയ്യണേണ്. നമുക്ക് പണി കുറവുള്ള ദിവസങ്ങളിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. അപ്പോൾ ഇന്ന് അതിനുള്ള സമയമുണ്ട്. അപ്പോൾ ഇതിനകത്ത് കസ്റ്റേർഡിൻ്റെ കണക്ക് അവർ 2 ടേബിൾ സ്പൂൺ 1/2 കപ്പ് പാലിൽ കലക്കാനാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഞാൻ 3 ടേബിൾ സ്പൂൺ ഇട്ട്, അതും പോരാ. കാരണം ഇത് അപ്സൈഡ് ഡൗൺ ആക്കുമ്പോഴത്തേക്കും അത് പൊട്ടിപ്പോവും. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ. കഴിഞ്ഞ പ്രാവശ്യം ഞാനിട്ടത് കൂടിപ്പോയെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞൊരു കാരമൽ കസ്റ്റേർഡ് ഇട്ട ആ ഒരു ഇത് കാണിച്ചായിരുന്നു, അത് കസ്റ്റർഡ് പൗഡർ കൂടിപ്പോയി എന്ന് പറഞ്ഞില്ലേ, അത് ഭയങ്കര, അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഇത്തിരി കട്ടി കൂടി അത് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു ഇത്തിരി ഇതായിട്ടിരിക്കണം, എപ്പോഴും സോഫ്റ്റ് ആയിട്ടിരിക്കണം. അതാണ് കാരമൽ കസ്റ്റേർഡ് നല്ലത്. അതുകൊണ്ട് ഞാൻ ഇത്തിരി കുറച്ചിട്ട് 3 ടേബിൾ സ്പൂണേ ഇട്ടുള്ളൂ. അതും ഇത്തിരി കുറവായിരുന്നു, എങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഈ ഫ്രൂട്ട്സൊക്കെ മിക്സ് ചെയ്ത് കഴിക്കൂലേ, കസ്റ്റേർഡ് ഫ്രൂട്ട് ഇട്ടിട്ട് കഴിക്കണത്, ആ സംഭവത്തിന് ഇത് കറക്റ്റാണ് കേട്ടോ. ഈ ഒരു കണക്ക് 3 ടേബിൾ സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റാണ്. പക്ഷേ നമ്മൾ അപ്സൈഡ് ഡൗൺ ആക്കണമെന്നുണ്ടെങ്കിൽ 4 ടേബിൾ സ്പൂൺ വേണം, അല്ലെന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോകും. എനിക്കിത് ഇട്ട് ഇളക്കിയപ്പോൾ തന്നെ കാര്യം മനസ്സിലായി, കുറച്ചും കൂടി ഇടമായിരുന്നു എന്നുള്ളത്. എങ്കിലും അവർ 2 ടേബിൾ സ്പൂണല്ലേ പറഞ്ഞേക്കണത്. അത് ഈ ഫ്രൂട്ട്സ് മിക്സ് ചെയ്യാനുള്ള സംഭവത്തിനാണ്. അത് വെള്ളം പോലെ ആയി പോകുമെന്ന് എനിക്ക് തോന്നി അവരുടെ കണക്കനുസരിച്ച്. ശരിക്കും 3 ടേബിൾ സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ ഫ്രൂട്ട്സിന് ഓക്കെ. 4 ടേബിൾ സ്പൂൺ ഇട്ട് ഈ കാരമൽ കസ്റ്റേർഡ് ഉണ്ടാക്കണം. ഇപ്പോൾ ഒരു കണക്ക് നിങ്ങൾക്ക് കിട്ടിയില്ലേ, ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എന്ത് കണക്കിൽ ചെയ്ത് കറക്റ്റായിട്ട് കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര അവിടെ കാരമലൈസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അത് ഇത്തിരി കട്ടിക്ക് തന്നെ എടുക്കണേ നല്ലത്. പിന്നെ ഒരുപാട് ഇടണമെന്നില്ല, ഒരുപാട് അങ്ങോട്ട് ഒഴുകി അങ്ങോട്ട് പോകും. അങ്ങനെ നമ്മൾ മറിക്കുമ്പോഴേ ഒരുപാട് ഒഴുകി അങ്ങോട്ട് പോകും. അപ്പോൾ ഇത് അത്യാവശ്യം കട്ടിക്ക് തന്നെയാണ് എടുത്തേക്കണത്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് പിന്നെ അപ്സൈഡ് ഡൗൺ ആക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാതെ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചൂടാറുന്നതിന് മുൻപ് തന്നെ നമ്മൾ അതിനകത്തേക്ക് ഒഴിച്ച് അരിച്ച് വേണമെങ്കിൽ ഒഴിക്കുക. കട്ട കെട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടിക്കൊക്കെ പിടിക്കാതെ സാവധാനം ചെറിയ തീയിൽ വെച്ചിട്ട് അത് വേവിച്ചെടുക്കണം. കസ്റ്റർഡ് പൗഡറില്ലേ, അത് വേവിച്ചെടുത്തില്ലെങ്കിൽ ഒരു പച്ച രുചിയായിരിക്കുള്ളൂ. സാവധാനം ചെറിയ തീയിൽ ആദ്യം ഫ്ലെയിം കൂട്ടി വെച്ച് കുറുകി തുടങ്ങിയാൽ സാവധാനം കുറുക്കി അടിക്ക് പിടിക്കാതെ വേവിച്ചെടുക്കണം, എന്നാലേ അത് ടേസ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതവിടെ തണുക്കാൻ വെച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ടാകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഷോർട്ട് വീഡിയോയിൽ ഞാനത് അപ്സൈഡ് ഡൗൺ ആക്കി കാണിച്ചില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം അത് അപ്സൈഡ് ഡൗൺ ആക്കാൻ നേരത്ത് ക്രാക്ക് വീഴുമെന്നുള്ളത്, പൊട്ടിപ്പൊളിഞ്ഞ് പോകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനത് ചില്ല് പാത്രത്തിൽ തന്നെ ഇങ്ങനെ കാണിച്ചത് കേട്ടോ.
അത് ഞാൻ ഫ്രിഡ്ജിലോട്ട് അങ്ങോട്ട് വെക്കുന്നതിന് മുൻപായിട്ട് തന്നെ എടുത്ത വീഡിയോ ആയിരുന്നു. പിന്നെ തുണി മടക്കാനൊക്കെ ഉള്ളത്, തുണി അലക്കിയിട്ടത് അപ്പം തന്നെ നമുക്ക് വൈകുന്നേരം എടുത്ത് മടക്കാം. നല്ല വെയിലായതുകൊണ്ട് ആ ചൂട് തട്ടും. നമ്മൾ വെയിലത്തിട്ടല്ലല്ല ഉണക്കണത്, ഒരു ഷെൽട്ടറിൻ്റെ അടിയിൽ കിടക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ഉണങ്ങി വരൂല, നേരിട്ട് വെയിലടിക്കണ പോലെ അല്ല. പക്ഷേ ഇപ്പോഴത്തെ വെയിലിൻ്റെ ചൂട് നല്ല ശക്തി ആയതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം കൊണ്ട് തന്നെ നമുക്ക് മടക്കി വെക്കാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പിറ്റേ ദിവസം തുണി വിരിക്കുന്നതിന് മുമ്പായിട്ടായിരിക്കുള്ളൂ വിരിച്ച തുണിയെടുത്ത് മടക്കുന്നത് കേട്ടോ. അപ്പോൾ തുണികളെല്ലാം മടക്കിയൊക്കെ വെച്ച് എനിക്ക് ഉടുക്കാനുള്ളത് മാത്രം പുറത്തേക്ക് എടുത്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ റോജർ ജിമ്മിൽ പോയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പോകുന്നതിന് മുമ്പായിട്ട് കുറച്ച് കട്ട് ഫ്രൂട്ട്സ് കഴിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ബാക്കി കട്ട് ഫ്രൂട്ട്സും ഇത്തിരി ആപ്പിളും പപ്പായയാണ് കേട്ടോ. അത് ഒന്നിച്ച് മധുരം അതിങ്ങനെ അടിച്ച് കൊടുത്തിട്ട്, അപ്പോൾ ആൾക്ക് ആപ്പിൾ വേണ്ട, പപ്പായ മാത്രം മതി എന്ന് പറഞ്ഞെങ്കിലും ആപ്പിളിന് നല്ല മധുരമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് മധുരം കിട്ടാൻ അത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ആപ്പിളും കൂടി ഇട്ടിട്ട് അടിച്ചിട്ടാണ്. അങ്ങനെ അതങ്ങോട്ട് അവന് കൊടുത്ത്, പിന്നെ ഞാൻ കാരമൽ കസ്റ്റേർഡ് ഏതായാലും തണുത്ത് കാണും, അപ്പോൾ അത് റയനും കൊടുക്കാം എന്നും വിചാരിച്ച് അത് കൂടിയിട്ട് എടുത്തിട്ടാണ്. ഇന്നിപ്പം ഞാൻ നടക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല. നമ്മളുടെ അവിടെ ആ ഗ്രൗണ്ടിലെ ലൈറ്റുകളൊന്നും ഇപ്പോൾ ഓൺ ചെയ്യണില്ല, ഭയങ്കര ഇരുട്ടാണ്. നടക്കുമ്പോൾ എനിക്ക് ഇത്തിരി പേടിയാണ്, പാമ്പാ എന്തെങ്കിലുമൊക്കെ കയറി വന്നാലൊന്നും അറിയൂല. ഇപ്പം ഇത്തിരി കാട് പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഗ്രൗണ്ടിൽ, അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു ഇഴജന്തുക്കൾ വന്നാൽ ഒന്നും അറിയാൻ പറ്റില്ല. ലൈറ്റ് ഉണ്ടെങ്കിൽ കാണാൻ പറ്റും. അപ്പോൾ 2-3 ദിവസമായിട്ട് ഇപ്പോൾ ലൈറ്റ് കത്തണില്ല. നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റ് ഓണാണ്, ഗ്രൗണ്ടിൻ്റെ ചുറ്റുമുള്ള ലൈറ്റിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ അത് 2-3 ദിവസമായിട്ടില്ല. എങ്കിലും ഞാൻ ലൈറ്റ് ഇല്ലാതെ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുണ്ടായിരുന്നത്. എന്താണെന്നറിഞ്ഞില്ല, വീണ്ടും ലൈറ്റ് ഇത്രയും ദിവസമായിട്ട് ഓണായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നടക്കാൻ പോയില്ല, റിസ്ക് എടുത്തില്ല. ഇപ്പോൾ വൈകുന്നേരം നടക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നുണ്ടെങ്കിലില്ലേ എനിക്ക് കുറേയധികം സമയം കിട്ടണ പോലെ, അതുപോലെ റെസ്റ്റും കൂടുതൽ കിട്ടുന്ന പോലെയൊക്കെ തോന്നും. രാവിലെ 7 മണി കഴിഞ്ഞിട്ട് നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ജോലികളൊക്കെ പെട്ടെന്ന് തീരണതായിട്ട് നമുക്ക് തോന്നണമല്ല, അങ്ങനെയാണ്. കാരണം രാവിലത്തെ സമയം എന്ന് പറയുമ്പോൾ സൈലൻ്റാണ്, എല്ലാവരും കിടന്നുറങ്ങുന്ന സമയം, വീട്ടിലെല്ലാവരും തന്നെ കിടന്നുറങ്ങുന്ന സമയത്താണ് നമ്മൾ എഴുന്നേറ്റ് ജോലി തുടങ്ങണം. ആരുടെ ശല്യമില്ല, ആരും അങ്ങോട്ട് വിളിക്കൂല ഇങ്ങോട്ട് വിളിക്കൂല, ആരും ഫോൺ വിളിക്കൂല. അപ്പോൾ അങ്ങനെയൊക്കെ ശല്യങ്ങളില്ലാതെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടും വേഗം തീരാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഏർലി മോർണിംഗ് എഴുന്നേൽക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് എനിക്ക് വൈകുന്നേരത്തെ നടപ്പൊന്ന് മുടക്കിയാൽ കുറേ ടൈം കിട്ടുന്ന പോലെയൊക്കെ തോന്നും. പക്ഷേ അപ്പം നമ്മൾ മടിയാകും പിറ്റേ ദിവസം പോകാൻ. അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാ ദിവസവും നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു കാരമലൊക്കെ എടുത്തിട്ട് കാരമൽ കസ്റ്റേർഡ് എടുത്ത് റയന് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും റയൻ പറയും, മമ്മി എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്ന്, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ്. പിന്നെ അവൻ അതെടുത്ത് പൊക്കി ടേബിളിൽ കൊണ്ടുവന്ന് വെച്ച് അവർ രണ്ടാളും കൂടിയിട്ടൊക്കെ. റോജർ കഴിക്കൂല കേട്ടോ, മധുരം വേണ്ട, മധുരമിടാത്ത ജ്യൂസല്ലേ അവൻ കഴിച്ചത്. അപ്പോൾ അതുകൊണ്ട് മധുരം വേണ്ടെന്ന് പറഞ്ഞ് അവൻ ജ്യൂസും കഴിച്ച്. പിന്നെ ഞാനൊരു ഇത്തിരി എടുത്ത് കഴിച്ച്. നല്ല ടേസ്റ്റായിരുന്നു, പൊട്ടിപ്പോയെന്ന് മാത്രമേ ഇടാന്നുള്ളൂ, നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാനത് ആ ഒരു ബൗളിൽ തന്നെ ആക്കിയിട്ട് മൂടി ഫ്രിഡ്ജിലോട്ട് വെച്ച്. ബാക്കി ഇനി നമുക്ക് ഇടയ്ക്കിങ്ങനെ എരിവൊക്കെയുള്ള ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ ഇത് ഒരു ഇത്തിരി എടുത്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാറ്റിയോടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ രാത്രി കറിയില്ലല്ലോ, അപ്പോൾ ഞാൻ പറഞ്ഞതില്ല കറിയൊന്നുമില്ല. അപ്പോൾ ഞാനൊരു 4 മുട്ട എടുത്തിട്ട് നമ്മുടെ ചോപ്പറിൽ ചെറിയുള്ളി പച്ചമുളകും കൂടി ഒന്ന് ചോപ്പ് ചെയ്തെടുത്ത് എന്നിട്ട് മുട്ടയും കൂടി അതിനകത്തേക്ക് ഇട്ട്, അപ്പോൾ ഒന്നിച്ചങ്ങോട്ട് ബീറ്റ് ചെയ്തെടുക്കാമെന്ന് വെച്ച് ഈ പാത്രത്തിലേക്ക് തന്നെ മുട്ടയിടും. ഇപ്പോൾ 1 മുട്ട 2 മുട്ടയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചോപ്പറിലോട്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് 2 പ്രസ് ചെയ്താൽ മതി. നല്ലതായിട്ട് തന്നെ പതഞ്ഞ് പൊങ്ങി വരികയും ചെയ്യും. പിന്നെ ഉള്ളിയെല്ലാം നല്ല രീതിയിൽ ചോപ്പായി മിക്സായിട്ട് വരികയും ചെയ്യും കേട്ടോ. ഇതിപ്പോൾ 4 മുട്ടയുണ്ട്, അപ്പോൾ വേണ്ട, ഇതൊന്നിച്ചങ്ങോട്ട് ആക്കാമെന്ന് വിചാരിച്ച് ഇനിയിപ്പോൾ മുട്ടയും കൂടി പൊരിച്ച് പിന്നെ ബാക്കി അച്ചിങ്ങയുണ്ട്, അതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെയും ഉണ്ട് കേട്ടോ കറികൾ, തലേദിവസത്തെ ഓരോ ദിവസത്തെയും കുറച്ച് ബാക്കിയൊക്കെ ഉണ്ട് ഫ്രിഡ്ജിൽ, വേണമെന്നുണ്ടെങ്കിൽ അതുമൊക്കെ എടുത്ത് കഴിക്കാം. അപ്പോൾ മുട്ട പൊരിക്കുമ്പോൾ എപ്പോഴും മൂടി വെച്ചിട്ട് പൊരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോഴാണ് മുട്ട വെന്ത് അങ്ങോട്ട് പൊങ്ങിയിട്ടൊക്കെ വരണത് കേട്ടോ. അപ്പോൾ മറിച്ചിട്ടതിന് ശേഷം വീണ്ടും മൂടി വെക്കുക. അപ്പോൾ നല്ല രീതിയിൽ അത് ചൂട് കയറി ഉള്ളിലൊക്കെ നല്ല വെന്ത് പൊങ്ങി ഇങ്ങോട്ട് വരും. അപ്പോൾ അങ്ങനെ മുട്ട ആദ്യത്തെ വറുത്തത് അവിടെ പിള്ളേർ കഴിക്കാൻ വേണ്ടി അവർ 2 പേർക്കും ഹാഫായിട്ട് കൊണ്ടു കൊടുത്ത്, ഇനി അടുത്തത് പൊരിക്കുമ്പോൾ ബാക്കി വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് കൊടുക്കുക. അപ്പോൾ അവർക്ക് കഴിച്ച് തുടങ്ങാമല്ല. അപ്പോൾ ഇത്രയും ഉണ്ടാകുന്നുള്ളൂ. ഇന്നിപ്പോൾ ഗുഡ് ഫ്രൈഡേ ആണ്. എല്ലാവർക്കും ഗുഡ് ഫ്രൈഡേയുടെ ആ ഒരു പ്രാർത്ഥനകൾ നേർന്നുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന. ഇനി നമുക്ക് വീണ്ടും കാണാം. താങ്ക്